ഒരു ACP ചത്തുപോയതുകൊണ്ട് കേരളത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അപ്പൊ ശരി. ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനെത്തിയിരിക്കുന്നത് ACP കൃഷ്ണരാജന്റെ നേതൃത്വത്തിലാണ്. CI ചന്ദ്രമോഹനെ തൊണ്ടി സഹിതം പിടികൂടിയിരിക്കുകയാണ്. അയ്യോ, പ്രാർത്ഥിക്കട്ടെ, അത്ര നേരെങ്കിലും അന്യരെ ചതിക്കുന്നത് ചിന്തിക്കാതിരിക്കുമല്ലോ. എവിടെ, ഇതൊക്കെ വെറും കോപ്രായം മാത്രം. ഇതുവരെ എല്ലാവരെയും സ്വാധീനിച്ചതുപോലെ ദൈവത്തെയും ഒന്ന് സ്വാധീനിക്കാമെന്നുള്ള വ്യാമോഹ, അല്ലാതെന്താ? ആരായി വിളിക്കുന്നേ? വരുന്നു മുത്തശ്ശി. ഇങ്ങി വാ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. അയ്യോ അയ്യോ, എടി മോളെ ഓടി വാ. അയ്യോ അയ്യോ അയ്യോ, പ്രിയേ, എടി ഓടി വാ. എടി തീ പിടിച്ച് ഇതില് മതി. എന്തെങ്കിലും കേട്ടാ പ്രാർത്ഥനയുടെ ഇടയിൽ എണീറ്റ് പോവാണോ? എടി ഇപ്പൊ തീ പിടിച്ച് ഞാൻ ചത്തിരുന്നെങ്കിലോ? ഫോൺ വന്നുണ്ടല്ലേ മുത്തശ്ശി, എനിക്കറിയാം വിളക്ക് തട്ടി വീഴുന്ന്. പ്രാർത്ഥിക്കുമ്പോ പോലും മനസ്സ് ശുദ്ധമല്ല എന്നതിന്റെ തെളിവാ ഈ കണ്ടത്. രണ്ടുപേരും കൂടി എന്താ വിളക്കിന്റെ മുമ്പിൽ ഇരുന്ന് ചിന്തിച്ചു കൂട്ടിയത്? വേറെ ആരുടെങ്കിലും നാശം കാണാൻ. അമ്മേ, നിലവിളക്കിലും അതിലിടുന്ന തിരിക്കുമൊക്കെ ഒരു ശക്തി ഉണ്ടെന്ന് കുഞ്ഞുനാളിലെ എനിക്ക് പറഞ്ഞു തന്നത് അമ്മയാ. കാലം കടന്നു പോയപ്പോ അതൊക്കെ അമ്മ അങ്ങ് മറന്നുപോയി. അല്ല, ദൈവനിഷേധത്തിന് തുല്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോ അവിടെ നിലവിളക്കിന് എന്താ പ്രസക്തി, അല്ലേ? പഠിക്കാനുള്ളവർക്കാണെങ്കിൽ ഇവിടുന്ന് പഠിക്കാം. ഇതൊരു സൂചനയാ, ദൈവം തന്ന സൂചന. വാ. സോറി മുത്തശ്ശി, ഞാൻ കാരണം മുത്തശ്ശി. കാരണം നീ അല്ലടി, ദൈവങ്ങളെ പോലും നമുക്കെതിരെ തിരിച്ചു വെച്ചിരിക്കുക. അതിനൊക്കെ മാർഗങ്ങൾ ഉണ്ടാവും. നീ വാ. എത്ര തന്നാലും തനിക്ക് നഷ്ടമൊന്നുമില്ല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാ. കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാ മകനെ 30 വർഷമോ 40 വർഷമോ കിട്ടുമെന്ന് നോക്കിയാ മതി. അതെ വകുപ്പേ, പോസ്കോയാ. ഞാൻ എത്ര വേണമെങ്കിലും തരാം സാർ. ആ പെൺകുട്ടിയെയും അവളുടെ അമ്മയും വിളിച്ച് സാർ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായാൽ പോലും കുഴപ്പമില്ല. അവര് ചോദിക്കുന്നത് എത്രയാണോ അതങ്ങ് കൊടുത്തേക്കാം. പിന്നെ ഈ ഒത്തുതീർപ്പിനൊക്കെ വിളിക്കുന്നത് ബുദ്ധിമുട്ടല്ലേ? പിന്നെ ഇവളുമാരുടെ വായിരിക്കുന്നതൊക്കെ കേൾക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലതേ ഭീഷണിപ്പെടുത്തുന്നത് തന്നെയാ. തൽക്കാലം നമുക്ക് ആ സ്റ്റാൻഡിൽ മുമ്പോട്ട് പോവാം. ശരി സാർ. പിന്നെ വഴങ്ങാൻ തയ്യാറാണെങ്കിൽ അവര് തീരുമാനിക്കട്ടെ. അതിനൊരു മധ്യസ്ഥനെ നമുക്ക് പിന്നീട് നിയോഗിക്കാം. ഇത് സാർ. സിറ്റിന്ന് ദൂരെ മാറി മണക്കാട് ഏരിയയിൽ തനിക്കൊരു 15 സെന്റ് വസ്തു കിടപ്പുണ്ടല്ലേ? പല സ്ഥലങ്ങളിലും ഉണ്ട്, കൂട്ടത്തിൽ അവിടെയും. അതെ, ഞാൻ ആ സ്ഥലം പോയി ഒന്ന് നോക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാലേ നമുക്ക് അതിനൊരു വില പറഞ്ഞങ്ങ് ഉറപ്പിക്കാം. അല്ല സാർ, അത് വില പറഞ്ഞ് ഉറപ്പിക്കാന്ന് പറഞ്ഞാ വില തന്ന് വാങ്ങാനല്ല. അത് എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തന്ന് എനിക്ക് താൻ തരേണ്ടി വരുന്ന തുകയിൽ ഞാനതേ തട്ടി കഴിച്ചോളാം. പിന്നെ എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അപ്പൊ ശരി. സാറേ, ആ ACP കുഴപ്പക്കാരനാണല്ലോ. അയാൾ എന്തെങ്കിലും അന്വേഷണവുമായിട്ട് ഇതിന്റെ പിറകെ പോയാൽ? വഴങ്ങാൻ തയ്യാറല്ലെങ്കിൽ തട്ടി കളഞ്ഞേക്കണം. ഒരു ACP ചത്തുപോയതുകൊണ്ട് കേരളത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അപ്പൊ ശരി.
ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനെത്തിയിരിക്കുന്നത് ACP കൃഷ്ണരാജന്റെ നേതൃത്വത്തിലാണ്. സർ CI ചന്ദ്രമോഹനെ തൊണ്ടി സഹിതം പിടികൂടിയിരിക്കുകയാണ്. അയ്യോ, മീഡിയക്കാരാ. എന്റെ മരണത്തീയതി നിശ്ചയിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് പോകാം. സ്റ്റേഷനിൽ പരാതിയുമായി വന്ന സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുക, അവര് തന്ന പരാതി പോലും എടുക്കാതെ പ്രതിയുമായി കരാറുണ്ടാക്കുക, വ്യക്തിപരമായ വിദ്വേഷം തീർക്കാൻ പോലീസ് യൂണിഫോം ദുരുപയോഗം ചെയ്യുക. ഈ കുറ്റങ്ങളെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമായ തെളിവുകൾ എന്റെ മേശപ്പുറത്തുണ്ട്. സോ ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യാണ്. സർ എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞത് നന്നായി, അതും കൃത്യമായ തെളിവുകളോടെ. സർ പ്ലീസ്, ആളുകളുടെ മുന്നിൽ വെച്ച് അന്തസ്സുള്ള ഒരു ജോലിയാണ് മിസ്റ്റർ സമൂഹം നിങ്ങളെ ഏൽപ്പിച്ചത്. അവരുടെ സുരക്ഷിതത്വം അത് കാത്തു സൂക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥൻ തന്നെ ഉത്തരവാദിത്തങ്ങൾ മറന്ന് പെരുമാറുന്നത് ഒരു കാരണവശാൽ ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ഇനി എന്ത് ചെയ്യൂടാ? പോലീസ് സേന ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ സംസ്ഥാനം മുഴുവൻ നടക്കാൻ പോവാണ്. അത് ഇവിടുന്ന് തുടങ്ങാം നമുക്ക്. കൂട്ടുപ്രതികളെ ഒന്നിച്ച് കിട്ടിയ സ്ഥിതിക്ക് എല്ലാരെയും ഒന്നിച്ചു കൊണ്ടുപോകാം. ടേക്ക് ദം സർ. സർ 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 ഈ അറസ്റ്റിനെ പറ്റി എന്താ പറയാനുള്ളത്? പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, സ്വയം ശുദ്ധീകരിക്കുക. സാമൂഹ്യദ്രോഹിയായ ഒരാളെയും ഈ യൂണിഫോമിനകത്ത് വച്ചു പറപ്പിക്കില്ല. വണ്ടി കേട്ട്. പ്രതികളുടെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റുന്നതിനിടയിലാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഇയാൾക്കെതിരെ ഇതിനു മുമ്പും ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് നിയമപരമായി ഇയാൾക്കെതിരെ ഒരു നടപടിയെടുക്കാൻ സാധിച്ചത്. ഓർമ്മയുണ്ടല്ലോ, 337 മിനിറ്റ്. സാറേ, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിട്ട് ഞങ്ങൾ കുറേ വേർത്തത്. അനാവശ്യ കാര്യത്തിന് മുത്തശ്ശിയെ ലോക്കപ്പിൽ ഇട്ടപ്പോഴേ ഞങ്ങൾ പറഞ്ഞതല്ലേ ഇതിന് പകരം വീട്ടുമെന്ന്. ഇനി വീണ്ടും നമുക്ക് കാണാം സാറേ, ഏതെങ്കിലും പെരുവഴിയിൽ സാറിന്റെ ദേഹത്ത് യൂണിഫോം ഇല്ലാതെ. മോളെ, നിന്റെ ദേഹത്ത് കൈവച്ചതിനുള്ള സമ്മാനം എന്താന്ന് വെച്ചാ മോള് കൊടുത്തോ.